വെറുതെ ആണെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല പ്രണവേ. ഗൗതം സൈലന്റ്. പ്രണവിനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയതിന്റെ പേരിലാണോ ഈ മൊഴി മാറ്റി പറയുന്നത്? ഒബ്ജക്ഷൻ യുവർ ഓണർ. യെസ്, പ്രൊസീഡ്. ഇവിടെ നിൽക്കുന്ന പ്രണവ് ഒരു വിക്ടിമാണ്, അക്യൂസ്ഡ് അല്ല. അങ്ങനെ ഒരു ഇരയുടെ മൊഴിയെ പോലും സംശയിക്കുക എന്ന് പറയുന്നത് കീഴ്വഴക്കങ്ങൾക്ക് നിരക്കുന്നതല്ല. ഗൗതമും നിധിയുമാണ് ഈ തട്ടിക്കൊണ്ടു പോകലിന്റെ പിന്നിലെന്ന് പ്രണവ് വ്യക്തതയോടുകൂടി പറഞ്ഞു കഴിഞ്ഞു. ഈ കേസിൽ കൂടുതൽ വിസ്താരത്തിന്റെയോ തെളിവ് ശേഖരത്തിന്റെയോ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിയായ ഗൗതമിനൊപ്പം ഭാര്യയായ നിധിയെ കൂടി പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും രണ്ടുപേർക്കും പരമാവധി ശിക്ഷ നൽകണമെന്നും ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുന്നു. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഓവർ റൂൾ. ഇനിയിപ്പോ എന്ത് ചെയ്യും മോളെ? എനിക്കൊന്നും അറിയില്ലെന്ന്. പ്രണവ് കാലക്കല്ലേ നിന്റെ അല്ലേ ഭർത്താവ്? കൂടുതൽ വിസ്താരം വേണ്ട എന്ന പ്രോസിക്യൂട്ടറുടെ വാദം അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തുടർ വിചാരണയ്ക്കായി കേസ് മാറ്റിവെക്കാനും ഗൗതമിന്റെ റിമാൻഡ് കാലാവധി നീട്ടാനുമാണ് കോടതി ആലോചിക്കുന്നത്. ലത വക്കീലിന് റിമാൻഡിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ റിമാൻഡ് റിപ്പോർട്ട് എഴുതാം. എക്സ്ക്യൂസ് മീ യുവർ ഓണർ. ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയെ കൂടി വിസ്തരിക്കാനുള്ള അനുവാദം തരണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായി അപേക്ഷിക്കുകയാണ്. സർ പ്ലീസ്, ഞാൻ ഈ പറയുന്നത് പോലും തെറ്റാണെന്ന് എനിക്കറിയാം. എങ്കിലും ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഒരാൾ ശിക്ഷിക്കപ്പെടാതിരിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു അവസാന ശ്രമമായി ഇത് കാണണം. ആ ഒരൊറ്റ സാക്ഷിമൊഴിയിൽ നിന്നും ഗൗതം ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്താൻ എനിക്കാകുമെന്ന് ഉറപ്പുണ്ട്. ഇനിയും സാക്ഷിയോ? എന്തിന്? ആരാത്? അയാളുടെ ഫോട്ടോ കഴിഞ്ഞ തവണ കോടതി കൂടിയപ്പോൾ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് നൽകിയതാണ്. അയാളെ ഇപ്പോ ഇവിടെ എനിക്ക് ഹാജരാക്കാൻ പറ്റും. എങ്കിൽ വിളിക്കയാളെ. ആരെ? ഇയാളുടെ പേര് പവിത്രൻ എന്നാണ് സർ. നടന്ന സംഭവങ്ങൾ കൃത്യമായി പറഞ്ഞു തരാൻ ഇയാൾക്ക് പറ്റും. കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. കോടതി മുൻപാകെ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ദൈവമേ, ഇവനിപ്പോ എല്ലാം വിളിച്ചു പറയല്ലോ. എന്ത് ചെയ്യും? പവിത്രന് എന്താണ് അറിയാമെന്ന് വെച്ചാൽ ചുരുക്കി പറഞ്ഞോളൂ. ഈ നിൽക്കുന്ന ഗൗതം സാറിന്റെ അനുജനായ ഈ നിൽക്കുന്ന പ്രണവ് സാറിനെ പിടിച്ചോണ്ട് പോയതും ഒളിവിൽ താമസിപ്പിച്ചതും ഞാനാണ്. ഞാൻ നേരിട്ടാണ് എല്ലാം ചെയ്തത്. അല്ല എന്ന് പറയാൻ ഈ നിൽക്കുന്ന പ്രണവ് സാറിന് പോലും പറ്റില്ല. എല്ലാം ചെയ്തത് ഞാൻ ഒറ്റയ്ക്കാണ്. അതിൽ നിധി മാഡത്തിനോ ഗൗതം സാറിനോ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല. അടുത്ത ദൈവം പറയാൻ പോകുന്നത് എന്റെ സി കേസിന്റെ പേരായിരിക്കുമല്ലോ.
ആന്റി എന്താ ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ല. യുവർ ഓണർ, യെസ് പ്രൊസീഡ്. ഗൗതമിനും നിധിക്കും ഈ കേസിൽ ഒരു പങ്കുമില്ല എന്ന് പവിത്രൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ പിന്നെ ആരാണിത് ചെയ്യിച്ചത്? എന്തായാലും പ്രണവിനെ തട്ടിക്കൊണ്ടുപോയിട്ട് പവിത്രന് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല. പിന്നെ എന്തിനത് ചെയ്തു? പവിത്രന്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിച്ചാല് പണത്തിന് വേണ്ടി അത്യാവശ്യം എന്ത് വൃത്തികേട് ചെയ്യാൻ മടിയില്ലാത്ത ആളാണെന്ന് മനസ്സിലാവും. അപ്പോൾ പ്രണവിനെ പവിത്രൻ തട്ടിക്കൊണ്ടുപോയത് തീർച്ചയായും മറ്റാർക്കോ വേണ്ടിയാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആർക്ക് വേണ്ടിയാ പവിത്ര അത് ചെയ്തത്? അത് ആരാണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ പവിത്ര. ഞാൻ ആർക്കും വേണ്ടി ചെയ്തതല്ല. എനിക്ക് ഗൗതം സാറിനോട് ഒരു പഴയ വൈരാഗ്യമുണ്ട്. ആ പക വീട്ടാൻ വേണ്ടി പ്രണവ് സാറിനെ തട്ടിക്കൊണ്ടുപോയിട്ട് ആ കുറ്റം ഞാൻ മനഃപൂർവ്വം ഗൗതം സാറിന്റെ തലയിൽ വെച്ചു കൊടുത്തതാ. പവിത്രൻ നീ പറഞ്ഞത് കള്ളമല്ലേ? കള്ളമല്ല സാർ. ഞാൻ പ്രണവ് സാറിനെ പിടിച്ചോണ്ട് പോകുന്ന വീഡിയോ ഈ നിധി മാഡം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിൽ എന്റെ ഈ കയ്യിലെ ടാറ്റു വ്യക്തമായിട്ട് കാണാം സാർ. ഞാൻ തന്നെയാണ് പ്രണവ് സാറിനെ പിടിച്ചോണ്ട് പോയത്. അതിൽ വേറെ ആർക്കും ഒരു പങ്കുമില്ല. പവിത്രൻ എന്നോട് പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. CKCയും ജ്യോതിർമയും പറഞ്ഞിട്ടാണ് എല്ലാം ചെയ്തതെന്നല്ലേ? ഇപ്പൊ എന്താ പവിത്ര മാറ്റി പറയുന്നത്? കോടതിയോട് സത്യം മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ തെറ്റും ചെയ്തത് ഞാൻ മാത്രമാണ്. പവിത്ര, കോടതിയിൽ കള്ളമൊഴി കൊടുക്കരുത്. യഥാർത്ഥ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. പ്ലീസ് സത്യം പറ. ഇതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല സാർ. എന്റെ ബൈക്കും ഗൗതം സാറിന്റെ കാറും തമ്മിൽ കൂട്ടിയിടിച്ചപ്പോ ഈ സാർ എന്നെ നടു റോഡിൽ വെച്ച് അപമാനിച്ചു. ഇത്രയും കാലം ഞാൻ ആ പക മനസ്സിൽ കൊണ്ട് നടന്നു. ഇപ്പൊ അവസരം ഒത്തു വന്നപ്പോ ആ പകയില ഞാൻ ഇത്രയും ചെയ്തതും ഗൗതം സാറിനെ ജയിലിലാക്കിയതും. സർ, പവിത്രൻ കള്ളം പറയാ. ഇതിനു മുമ്പ് ഞാൻ ഈ പവിത്രനെ കണ്ടിട്ട് പോലുമില്ല. ഞാൻ പറഞ്ഞ സത്യം. എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുക്കുക. പ്രണവ് സാറിനെ പിടിച്ചോണ്ട് പോയതിന് എന്ത് ശിക്ഷ തന്നാലും ഞാൻ ഏറ്റു വാങ്ങിക്കോളാം. ഈ പവിത്രന്റെ മൊഴികൾ കേട്ടതിന്റെ അടിസ്ഥാനത്തിലും തെളിവുകളുടെ ബലത്തിലും ഗൗതം കുറ്റക്കാരനല്ലെന്ന് കോടതിക്ക് ബോധ്യമായി.